നമസ്കാരം. അപ്പോൾ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഗൈസ്, അപ്പോൾ ഈ ഒരു കാണുന്ന 4.5 സെന്റിൽ 1000 സ്ക്വയർ ഫീറ്റിൽ പണി ചെയ്ത 3 ബെഡ്റൂം വരുന്ന വീടാണ് നമുക്ക് സെയിലിനായിട്ട് വന്നിട്ടുള്ളത്. നല്ല മനോഹരമായ ഒരു യുണീക്ക് അടിപൊളിയായിട്ടുള്ള ഒരു സിംഗിൾ സ്റ്റോർഡ് ബിൽഡിംഗ് ആണ് നമുക്ക് ഇപ്പം സെയിലിനായിട്ട് വന്നിട്ടുള്ളത്. നമുക്ക് കറക്റ്റ് ലൊക്കേഷൻ തിരുവനന്തപുരം ജില്ലയിൽ പ്രാവച്ചമ്പലത്തിനടുത്ത് മച്ചേല എന്നുള്ള സ്ഥലത്താണ് ഈ ഒരു വീട് പണി ചെയ്ത് കംപ്ലീറ്റ് ആക്കി തീർത്തിട്ടുള്ളത്. പ്രാവച്ചമ്പലം ജംഗ്ഷനിൽ നിന്ന് വെറും 5 കിലോമീറ്റർ മാത്രം മാറിയിട്ട് മെയിൻ ബസ് റൂട്ടിൽ നിന്ന് വെറും 200 മീറ്റർ മാത്രം മാറി പണി ചെയ്ത് കംപ്ലീറ്റ് ചെയ്ത് തീർത്തിട്ടുള്ള 4.5 സെന്റിൽ 1000 സ്ക്വയർ ഫീറ്റിൽ 3 ബെഡ്റൂം ഉൾപ്പെടെ ഫ്ലോർ പ്ലാൻ ഡിസൈൻ ചെയ്തിരിക്കുന്ന മനോഹരമായ ഒരു സിംഗിൾ സ്റ്റോർഡ് ബിൽഡിംഗ് ആണ് ഈ വീട് നമുക്ക് സെയിലിനായിട്ടുള്ളത്. ഇത് നമുക്കൊരു ബഡ്ജറ്റ് ഫ്രണ്ട്ലി വീടാണ് നമുക്ക് വരുന്നത്. സെൻട്രൽ സിറ്റിയിൽ നിന്ന് വെറും 10 കിലോമീറ്റർ, ഇന്റർനാഷണൽ എയർപോർട്ടിൽ നിന്ന് വെറും 13 കിലോമീറ്റർ ഡിസ്റ്റൻസിലാണ് ഈ ഒരു വീട് നമുക്ക് വരുന്നത്. ഇത് നമുക്കൊരു വില്ല പ്രോജക്റ്റ് ആണ്. തൊട്ടടുത്തായിട്ട് വേറെ വില്ലകൾ നമുക്ക് ഇതുപോലെ പണി ചെയ്ത് വരുന്നുണ്ട്. ഇപ്പോൾ പണി നടക്കുന്ന ഒരു സൈറ്റിലാണ് നമുക്ക് ഈ ഒരു വീട് പണി ചെയ്ത് കംപ്ലീറ്റ് ആക്കി തീർത്തിട്ടുള്ളത്. നമുക്ക് നല്ല മനോഹരമായ ഒരു വീടിൻ്റെ ഫുൾ ഡീറ്റെയിൽസോടെ നമുക്ക് കിടക്കാം. നമ്മൾ വാസ്തുപ്രകാരം തന്നെയാണ് ഈ വീട് കംപ്ലീറ്റ് ആയിട്ട് ചെയ്ത് തീർത്തിട്ടുള്ളത്. സോ അപ്പോൾ നമുക്ക് എലിവേഷൻ നമുക്ക് നോക്കുമ്പോൾ തന്നെ നല്ല കളർ തീം ഉൾപ്പെടെ നമുക്ക് ചെയ്തിരിക്കുന്ന ഒരു വീടാണ്. നമുക്ക് നോക്കുമ്പോൾ തന്നെ ഒരു 3 തട്ടായിട്ട് നമുക്കിങ്ങനെ ഒരു ലെയറായിട്ട് വന്നിരിക്കുന്ന ഒരു എലിവേഷൻ മോഡലാണ് നമുക്കിവിടെ ഈ ഒരു വീടിന് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ എലിവേഷൻ ഡിസൈൻ തന്നെ നല്ല മനോഹരമായിട്ട് സ്ട്രിപ്പ് ലൈനും അതുപോലെ തന്നെ നമുക്ക് ടെക്സ്ചർ വർക്ക് വരുന്ന ടൈൽസും കാര്യങ്ങളൊക്കെ ഫ്രണ്ടിൽ നമുക്ക് കൊടുത്തിട്ടുണ്ട്. കുറച്ചുകൂടെ മനോഹരമാക്കുവാനായിട്ട് സ്പോട്ട് ലൈറ്റും അതുപോലെ തന്നെ സ്ട്രിപ്പ് ലൈറ്റും നമുക്ക് കൊടുത്തുകൊണ്ടാണ് നമുക്ക് ഈ ഒരു വീട് കംപ്ലീറ്റ് ആക്കി തീർത്തിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ഈ 4.5 സെന്റിൽ 1000 സ്ക്വയർ ഫീറ്റിൽ 3 ബെഡ്റൂം ഉൾപ്പെടെ പണി ചെയ്ത് തീർത്തിട്ടുള്ള വീടിൻ്റെ ഫുൾ ഡീറ്റെയിൽസോടെ നമുക്കൊന്ന് കിടക്കാം. അപ്പോൾ ഇതാണ് നമുക്ക് ഈ കാണുന്ന വീടിൻ്റെ ഫ്രണ്ട് നമുക്ക് എൻട്രൻസ് എന്ന് പറയുമ്പോഴത്തേക്കും അത്യാവശ്യം നല്ല വിശാലമേറിയ ഫ്രണ്ടും കാര്യങ്ങളും തന്നെയാണ് നമുക്ക് ഈ ഒരു വീടിന് കൊടുത്തിട്ടുള്ളത്. നമുക്കിവിടെ നോക്കുമ്പോഴത്തേക്കും ഫ്രണ്ടിൽ തന്നെ നമുക്ക് ഫുള്ളി ഇൻ്റർലോക്ക് ചെയ്ത് കംപ്ലീറ്റ് ആക്കി തീർത്തിട്ടുള്ള ഒരു ഫ്രണ്ടേജാണ് നമുക്ക് ഈ വീടിൻ്റെ ഈ ഒരു ഇതിൽ വന്നിട്ടുള്ളത്. നല്ല അടിപൊളിയായിട്ട് കംപ്ലീറ്റ് ആയിട്ട് തീർത്തിട്ടുണ്ട്. ഇവിടെയൊക്കെ നമ്മൾ ഫുൾ ഗാർഡനിങ് പ്രൊവിഷൻ വെച്ച് ഉൾപ്പെടെ കംപ്ലീറ്റ് ആയി തീർത്തിട്ടുള്ള നല്ല മനോഹരമായ ഒരു ഫ്രണ്ടേജാണ് നമുക്ക് വരുന്നത്. 2 കാർ ഒരു സുഖമായിട്ട് പാർക്ക് ചെയ്യാനുള്ള സ്പേസ് നമുക്ക് ഈ ഫ്രണ്ടിൽ കിട്ടുന്നുണ്ട്. നമുക്കിവിടെ സൈഡ് നോക്കുമ്പോഴും സൈഡിൽ നമുക്ക് നല്ല അത്യാവശ്യം നല്ല സ്പേസും കാര്യങ്ങളൊക്കെ വിട്ട് തന്നെയാണ് ഈ വീടിൻ്റെ പണിയും കാര്യങ്ങളും ചെയ്ത് കംപ്ലീറ്റ് ആക്കി തീർത്തിട്ടുള്ളത്. ഈ വീടിൻ്റെ മെയിൻ വാട്ടർ സോഴ്സ് കിണറാണ്. കിണറിൻ്റെ സ്ഥാനം ബാക്ക് വശത്താണ്. അതുപോലെ തന്നെ നമുക്ക് വീടിൻ്റെ പൈപ്പ് കണക്ഷനും അവൈലബിൾ ആയിട്ട് വന്നിട്ടുണ്ട്. ഓക്കെ, അപ്പം 4.5 സെന്റിൽ പണി ചെയ്ത് തീർത്ത ഒരു മനോഹരമായ വീടിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസോടെ നമുക്ക് കിടക്കാം. അതിന് മുന്നേ നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നത്, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. കൂടെ തന്നെ ബെല്ലൈക്കൺ കൂടെ എനേബിൾ ചെയ്യുക. വീട് പർച്ചേസ് ചെയ്യാൻ ആഗ്രഹമുള്ളവർക്ക് ഹോം ലോൺ ഫെസിലിറ്റീസ് എന്തെങ്കിലും ആവശ്യമാണെങ്കിൽ കസ്റ്റമേഴ്സ് ഞങ്ങൾ തന്നെ അറേഞ്ച് ചെയ്ത് നൽകി കൊടുക്കുന്നതാണ്. അപ്പോൾ ഈ കാണുന്നതാണ് വീടിൻ്റെ സിറ്റൗട്ട് എന്ന് പറയുമ്പോഴത്തേക്കും സിറ്റൗട്ട് നമുക്കൊരു 3D എലിവേഷനും കാര്യങ്ങളൊക്കെ നമുക്ക് തന്നുകൊണ്ട് നല്ല മനോഹരമാക്കി തീർത്തിട്ടുള്ള ഒരു എൻട്രൻസും കാര്യങ്ങളൊക്കെ വെച്ചുകൊണ്ട് തന്നെയാണ് ഈ ഒരു വീടിൻ്റെ നമുക്ക് സിറ്റൗട്ടിൻ്റെ എൻട്രൻസ് വന്നിട്ടുള്ളത്. ഫോൾ സീലിംഗ് വർക്കെല്ലാം നമുക്ക് ചെയ്തിട്ടുണ്ട്. സ്ട്രിപ്പ് ലൈറ്റും കാര്യങ്ങളും കൊടുത്തുകൊണ്ട് തന്നെയാണ് നമുക്കിവിടെ ഈ ഒരു ഇത് ചെയ്ത് കംപ്ലീറ്റ് ആക്കി തീർത്തിട്ടുള്ളത്. ചെറിയൊരു ഓപ്പണിങ് കാര്യങ്ങൾ വന്നിട്ടുണ്ട്. എയറും കാര്യങ്ങളൊക്കെ പാസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ചെറിയൊരു ഓപ്പണിങ് നമുക്കിവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ സിറ്റ് ഔട്ടിൻ്റെ ഡയമെൻഷൻ എന്ന് പറയുമ്പോഴത്തേക്കും 6x5 ആണ് നമുക്ക് ഈ ഒരു സിറ്റ് ഔട്ടിൻ്റെ ഡയമെൻഷൻ. അപ്പോൾ ഈ കാണുന്നത് പോലെ തന്നെ നമുക്കിവിടെ ഫ്രണ്ടിൽ 2 സ്റ്റെപ്പും കാര്യങ്ങളൊക്കെ ഓൾറെഡി ഇവിടെ കൊടുത്താണ് സിറ്റ് ഔട്ടിൻ്റെ എൻട്രി വരുന്നത്. വീടിൻ്റെ മെയിൻ ഡോറാണ് ഈ കാണുന്നത്. വീടിൻ്റെ മെയിൻ ഡോർ ഫുള്ളായിട്ട് നമുക്ക് പണി ചെയ്ത് തീർത്തിട്ടുള്ളത് നമുക്ക് പ്ലാവിൻ്റെ അടിയിലാണ് ചെയ്ത് കംപ്ലീറ്റ് ആക്കി തീർത്തിട്ടുള്ളത്. അത്യാവശ്യം നല്ലൊരു രീതിയിലുള്ള ഡിസൈനും കാര്യങ്ങളും കൊടുത്തുകൊണ്ട് കുറച്ചുകൂടെ അട്രാക്റ്റീവായിട്ട് നല്ല മനോഹരമാക്കി കംപ്ലീറ്റ് ആക്കി തീർത്തിട്ടുള്ള ഒരു ഫ്രണ്ട് ഡോർ തന്നെയാണ് ഈ വീടിന് വരുന്നത്. അപ്പോൾ നമുക്ക് നേരെ വീടിൻ്റെ ഇൻറ്റീരിയറിലോട്ട് നമുക്ക് കിടക്കാം. സിറ്റ് ഔട്ടിൽ നമുക്ക് ഉള്ളിലേക്ക് പ്രവേശിക്കുമ്പോൾ ഈ ഒരു രീതിയിലുള്ള നല്ല വിശാലമേറിയ ഒരു ലിവിങ് സ്പേസ് നമുക്ക് വരുന്നുണ്ട്. അത്യാവശ്യം നമുക്കൊരു L മോഡൽ ഷേപ്പിലാണ് നമുക്ക് ഈ ഒരു ലിവിങ് സ്പേസ് നമുക്ക് വരുന്നത്. 16x14 നമുക്ക് ഡയമെൻഷൻ വരുന്നത്. ഫ്ലോറിംഗ് എല്ലാം തന്നെ നല്ല ക്വാളിറ്റിയുള്ള ടൈൽസും കാര്യങ്ങളും തന്നെയാണ് നമുക്ക് ചെയ്തിട്ടുള്ളത്. കർട്ടൻ ബ്ലിൻസും കാര്യങ്ങളെല്ലാം നമുക്ക് എല്ലാ വിൻഡോസിലും നമുക്ക് ഓൾറെഡി നമുക്ക് ചെയ്തിട്ടുണ്ട്. ഈ ഗാണ്ട വയറിങ് കാര്യങ്ങളാണ് ഈ വീടിന് ചെയ്തേക്കുന്നത്. നല്ല മനോഹരമായ ഒരു അട്രാക്റ്റീവ് ആയിട്ടുള്ള TV യൂണിറ്റ് ഏരിയ നമുക്ക് ഈ ഒരു ലിവിങ് സ്പേസ് വരുന്നുണ്ട്. നല്ല വലിയ TV ഒക്കെ ബൗണ്ട് ചെയ്യാൻ പറ്റുന്ന ഒരു സ്പേസും കാര്യങ്ങളും കൊടുത്തുകൊണ്ട് തന്നെയാണ് നല്ല വൈഡായിട്ട് ഒരു TV യൂണിറ്റ് ഏരിയ നമുക്കിവിടെ ചെയ്തേക്കുന്നത്. നമുക്കൊരു ബഡ്ജറ്റ് ഫ്രണ്ട്ലി വീട്ടിൽ നല്ല മനോഹരമായ രീതിയിൽ തന്നെയാണ് ഈ ഒരു വർക്കും കാര്യങ്ങളെല്ലാം ചെയ്ത് കംപ്ലീറ്റ് ആയി തീർത്തിട്ടുള്ളത്. നമുക്ക് TV യുടെ ബാക്ക്ഗ്രൗണ്ടും കാര്യങ്ങളും നോക്കുമ്പോഴത്തേക്കും പാനൽ വർക്കും കാര്യങ്ങളും ചെയ്ത് തൊട്ട് 2 സൈഡിൽ നമുക്ക് സ്റ്റോറേജ് സ്പേസും അതുപോലെ തന്നെ താഴെ നമുക്ക് സ്റ്റോറേജ് സ്പേസും കൊടുത്തുകൊണ്ട് നല്ല അടിപൊളിയായിട്ടുള്ള ഒരു TV യൂണിറ്റ് ഏരിയയാണ് നമുക്കിവിടെ കംപ്ലീറ്റ് ആയി തീർത്തിട്ടുള്ളത്. വീടിനകത്തോട്ട് കയറി വരുന്നതിൻ്റെ ഈ ഒരു ഭാഗത്ത് നമുക്കൊരു 4-5 വിൻഡോസിൻ്റെ ഒരു ചെറിയൊരു ബ്ലോക്കും കാര്യങ്ങളും കൊടുത്തിട്ടുണ്ട്. ഒരു ഫർഗോള മോഡൽ. അപ്പോൾ അവിടെ നമുക്ക് ഗ്ലാസും കാര്യങ്ങളൊക്കെ കൊടുത്ത് സ്പോട്ട് ലൈറ്റും കാര്യങ്ങളും വെച്ച് നല്ല മനോഹരമാക്കി തീർത്തിട്ടുള്ള ഒരു നല്ല അടിപൊളിയായിട്ടുള്ള ഒരു ഡിസൈനാണ്. ഇവിടെ ചെറിയ ഷെൽഫും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ ഫോൾ സീലിംഗ് വർക്കെല്ലാം ചെയ്ത് തന്നെയാണ് ഈ വീടിൻ്റെ
ലിവിങ് ഏരിയ കംപ്ലീറ്റ് ആക്കി ചെയ്തിട്ടുള്ളത്. ഫോൾ സീലിംഗ് വർക്കെല്ലാം നമുക്ക് ഈ ഒരു രീതിയിലുള്ള ഫോൾ സീലിംഗ് വർക്കാണ് ചെയ്തേക്കുന്നത്. സ്പോട്ട് ലൈറ്റും അതുപോലെ തന്നെ സ്ട്രിപ്പ് ലൈറ്റുമാണ് ഡെക്കറേഷനായിട്ട് കൊടുത്തേക്കുന്നത്. സീലിംഗ് ഫാൻ ഉൾപ്പെടെയാണ് നമുക്കിവിടെ ചെയ്ത് കംപ്ലീറ്റ് ആയി തീർത്തിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ഡൈനിങ് ഏരിയയും നമുക്ക് ഈ ഒരു ലിവിങ് ഏരിയയും സെപ്പറേറ്റ് ചെയ്താണ് നമുക്കിവിടെ ചെയ്തേക്കുന്നത്. അതിനുള്ള പാർട്ടീഷനാണ് നമ്മൾ ഈ കാണുന്നത്. അപ്പോൾ ഒരു പാനൽ വർക്കും കാര്യങ്ങളും നല്ല GM ബോർഡ് വെച്ച് നമുക്കൊരു പാർട്ടീഷൻ ചെയ്ത് വെച്ചിരിക്കുന്ന ഒരു നല്ല മനോഹരമായ ഒരു പാർട്ടീഷൻ വർക്ക് നമുക്കിവിടെ വന്നിട്ടുണ്ട്. അതിനകത്ത് നമ്മൾ കുറച്ച് പ്ലാസ്റ്റിക്കിൻ്റെ പ്ലാൻസും കാര്യങ്ങളും ഡെക്കോർ ഐറ്റംസ് ഒക്കെ വെച്ച് നമുക്ക് ചെയ്ത് കംപ്ലീറ്റ് ആക്കി എടുത്തിട്ടുള്ള ഒരു പാർട്ടീഷനാണ്. അപ്പോൾ നമുക്ക് നേരെ വീടിൻ്റെ ഡൈനിങ് ഏരിയയിലോട്ട് പോവാം. ഈ കാണുന്നതാണ് അപ്പോൾ നമുക്ക് വീടിൻ്റെ ഡൈനിങ് ഏരിയ എന്ന് പറയുമ്പോഴത്തേക്കും. ഡൈനിങ് ഏരിയ അത്യാവശ്യം നല്ല വിശാലമായ ഒരു ഡൈനിങ് ഏരിയ തന്നെയാണ് നമുക്കിവിടെ വന്നിട്ടുള്ളത്. അത്യാവശ്യം നമുക്കൊരു 8 ചെയർ വരെ ബൗണ്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ടേബിളും കാര്യങ്ങളും നമുക്കിവിടെ സ്യൂട്ടാവുന്ന ഒരു ഏരിയ തന്നെയാണ്. 13x8 ഡയമെൻഷൻ വരുന്ന ഒരു നല്ല സ്പേഷ്യസ് ആയിട്ടുള്ള ഒരു ഡൈനിങ് ഏരിയ നമുക്കിവിടെ വിശാലമായിട്ട് തന്നിട്ടുള്ളത്. ഇപ്പോൾ കാണുന്ന പോലെ തന്നെ കർട്ടൺ ബ്ലിൻസും കാര്യങ്ങളും വന്നിട്ടുള്ള ഒരു വിൻഡോ വരുന്നുണ്ട്. അതുപോലെ ഫോൾ സീലിംഗ് വർക്കെല്ലാം ചെയ്ത് തന്നെയാണ് കംപ്ലീറ്റ് ആക്കി തീർത്തിട്ടുള്ളത്. ഈ ഒരു രീതിയിലുള്ള ഫോൾ സീലിംഗ് വർക്കാണ് നമുക്ക് വരുന്നത്. സ്ട്രിപ്പ് ലൈറ്റാണ് നമുക്ക് ഡെക്കറേഷനായിട്ട് ചെയ്തേക്കുന്നത്. കോർണറിലായിട്ട് തന്നെ നമുക്ക് വാഷ് ബേസിൻ കൗണ്ടറൊക്കെ ചെറിയ നല്ല ഫിറ്റിങ്സ് ഒക്കെ ഉൾപ്പെട്ട് വരുന്ന നല്ല മനോഹരമായ ഒരു വാഷ് കൗണ്ടർ ഏരിയ നമുക്കിവിടെ വരുന്നുണ്ട്. താഴെ നമുക്ക് സ്റ്റോറേജ് സ്പേസ് നൽകിക്കൊണ്ട് കംപ്ലീറ്റ് ആയി തീർത്തിട്ടുള്ള അടിപൊളിയായിട്ടുള്ള ഒരു വാഷ് കൗണ്ടർ ഏരിയ ആണ്. ബാക്കിലൊക്കെ നമുക്ക് ഫുള്ളായിട്ട് വരുന്നത് പാനൽ വർക്കൊക്കെ ഉൾപ്പെടെ വരുന്ന നല്ല മനോഹരമായ ഒരു ഡിസൈനും കാര്യങ്ങളും കൊടുത്തുകൊണ്ട് തന്നെയാണ് വാഷ് കൗണ്ടർ ഏരിയ അറേഞ്ച് ചെയ്തിട്ടുള്ളത്. പക്ഷേ ആ പാനൽ വർക്ക് നമുക്ക് ഫുള്ളി കംപ്ലീറ്റഡ് ആയിട്ട് നമുക്കൊരു കിച്ചണിൻ്റെ എൻട്രൻസ് മുഴുവനും കവർ ചെയ്ത് തീർത്തിട്ടുള്ള ഒരു പാനൽ വർക്കും കാര്യങ്ങളും കൊടുത്ത് കംപ്ലീറ്റ് ആക്കി തീർത്തിട്ടുണ്ട്. അപ്പോൾ ഇതാണ് നമ്മുടെ ഡൈനിങ് ഏരിയയുടെ ഒരു സ്ട്രെയിറ്റ് വ്യൂ എന്ന് പറയുമ്പോഴത്തേക്കും. നമ്മൾ ലിവിങ് ഏരിയയിലായാലും ഡൈനിങ് ഏരിയയിലായാലും നമുക്ക് ഇരിക്കുമ്പോഴത്തേക്കും ഒരേപോലെ നമുക്ക് TV യൂണിറ്റ് വാച്ച് ചെയ്യാൻ പറ്റുന്ന ഒരു രീതിയിലാണ് ഈ വീടിൻ്റെ TV യൂണിറ്റ് ഏരിയ നമുക്ക് ബിൽഡ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ നമുക്ക് നേരെ ഡൈനിങ് ഏരിയയോട് ചേർന്ന് നടക്കുന്ന കിച്ചണിലോട്ട് പോവാം. നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഇത് ഇങ്ങനെയാണ് നമുക്ക് ഇതിൻ്റെ ഒരു എൻട്രൻസ് വരുന്നത്. കിച്ചണിൻ്റെ എൻട്രൻസ് നമുക്ക് വരുന്നത്. ഇപ്പോൾ എൻട്രൻസിൽ നമുക്ക് വരുന്നത് എല്ലാം നമുക്ക് പാനൽ വർക്ക് ചെയ്തിരിക്കുന്ന രീതിയിലാണ്. അതുപോലെ തന്നെ അതിൻ്റെ കൂട്ടത്തിൽ നമുക്ക് സ്ട്രിപ്പ് ലൈറ്റും കൊടുത്ത് നല്ല മനോഹരമാക്കി തീർത്തിട്ടുള്ള ഒരു വർക്കും കാര്യങ്ങളും. താഴെ നമുക്ക് നോക്കുമ്പോഴത്തേക്കും ഒരു ബ്രേക്ക്ഫാസ്റ്റ് കൗണ്ടർ ഉൾപ്പെടെ നമുക്ക് എൻട്രൻസിൽ വരുന്നുണ്ട്. അതിന് നമ്മൾ നേരെ കിച്ചണിലോട്ട് പോവാം. ഈ കാണുന്നതാണ് നമുക്ക് ഒരു മനോഹരമായ ഒരു കിച്ചൺ എന്ന് പറയുമ്പോഴത്തേക്കും. കിച്ചണല്ല അത്യാവശ്യം നല്ല വിശാലമേറിയ ഒരു കിച്ചൺ തന്നെയാണ് നമുക്ക് ചെയ്തേക്കുന്നത്. ഫ്ലോറിങ്ങിനായിട്ട് നമുക്ക് വന്നിരിക്കുന്നത് മാറ്റ് ഫിനിഷ് ആയിട്ടുള്ള ടൈൽസും കാര്യങ്ങളും തന്നെയാണ് യൂസ് ആക്കിയിട്ടുള്ളത്. 10x10 ഡയമെൻഷൻ വരുന്ന നല്ല മനോഹരമായ ഒരു കിച്ചൺ തന്നെയാണ് നമുക്ക് ഈ ഒരു വീടിന് ചെയ്തേക്കുന്നത്. അത്യാവശ്യം നല്ല ക്യാബിനറ്റ്സും കാര്യങ്ങളെല്ലാം മുകളിലും താഴെയുമായിട്ട് കൊടുത്തിട്ടുണ്ട്. സ്പേഷ്യസ് ആയിട്ടുള്ള ഒരു ക്യാബിനറ്റ്സും കാര്യങ്ങൾ തന്നെയാണ്. നമുക്ക് സ്റ്റോറേജ് സ്പേസ് ഒക്കെ ഒരുപാട് നമുക്ക് ചെയ്ത് കംപ്ലീറ്റ് ആക്കി എടുത്തിട്ടുള്ള ഒരു കിച്ചൺ വർക്കാണ് ഇന്ന് കൂടെ ചെയ്തേക്കുന്നത്. ഈ ഒരു ഭാഗമാണ് നമുക്ക് ചിമ്മിനിയും കാര്യങ്ങളും വയ്ക്കാനുള്ള സ്പേസ് അവർ ഒരുക്കിയിട്ടുള്ളത്. ഒരു മോഡുലാർ രീതിയിലുള്ള ഒരു കിച്ചൺ തന്നെയാണ് നമുക്ക് പണി ചെയ്ത് തീർത്തിട്ടുള്ളത്. കളർ കോമ്പിനേഷനിലായാലും നമുക്ക് നല്ല മനോഹരമായ കളറും കാര്യങ്ങളും കൊടുത്തുകൊണ്ട് തന്നെയാണ് നമുക്ക് ഈ ഒരു കിച്ചൺ വർക്ക് കംപ്ലീറ്റ് ആക്കി ചെയ്ത് തീർത്തിട്ടുള്ളത്. അപ്പോൾ നമ്മൾ ഈ 4.5 സെൻറ്റിൽ 1000 സ്ക്വയർ ഫീറ്റിൽ 3 ബെഡ്റൂം ഉൾപ്പെടെ ഫ്ലോർ പ്ലാൻ ഡിസൈൻ ചെയ്തിരിക്കുന്ന ഈ വീടിൻ്റെ ആദ്യത്തെ ബെഡ്റൂമിലൂടെ നമുക്ക് പോവാം. നമുക്ക് വന്നിരിക്കുന്ന 3 ബെഡ്റൂമിൻ്റെ പൊസിഷൻ എന്ന് പറയുമ്പോഴത്തേക്കും ഒരെണ്ണം നമുക്ക് ഇവിടെയും ബാക്കി 2 എണ്ണം ആ ഒരു സൈഡിലുമായിട്ടാണ് നമുക്ക് ടോട്ടലി 3 ബെഡ്റൂം വരുന്നത്. അപ്പോൾ നമുക്ക് നേരെ വീടിൻ്റെ ആദ്യത്തെ ബെഡ്റൂമിലോട്ടൊന്ന് പോവാം. ഈ കാണുന്നതാണ് വീടിൻ്റെ ആദ്യത്തെ ബെഡ്റൂം. നമുക്ക് എല്ലാം നല്ല വിശാലമേറിയ ഒരു ബെഡ്റൂം കാര്യങ്ങളൊക്കെ കൂടെ വന്നിട്ടുണ്ട്. ഫ്ലോറിംഗ് എല്ലാം തന്നെ നമുക്ക് നല്ല ക്വാളിറ്റി ടൈൽസ് തന്നെയാണ് ഫുള്ള് കണ്ടിന്യൂസ് ആയിട്ട് നമുക്ക് ഇവിടെ ഇട്ട് കംപ്ലീറ്റ് ആക്കി തീർത്തിട്ടുള്ളത്. 12x12 ഡയമെൻഷൻ വരുന്ന നല്ല വിശാലമേറിയ റൂം സൈസ് തന്നെയാണ് നമുക്കിവിടെ എല്ലാം ചെയ്തേക്കുന്നത്. നമുക്ക് ഈ ഒരു ഭാഗത്ത് ഡ്രസ്സിങ് ഏരിയ ഉൾപ്പെടെ നമുക്ക് കംപ്ലീറ്റ് ആക്കി ചെയ്ത് തീർത്തിട്ടുണ്ട്. ഫോൾ സീലിംഗ് വർക്കെല്ലാം ചെയ്ത് തന്നെയാണ് കംപ്ലീറ്റ് ആയി തീർത്തിട്ടുള്ളത്. ഫോൾ സീലിംഗ് വർക്കെല്ലാം ഈ ഒരു പാറ്റേൺ ആണ് നമുക്ക് യൂസ് ചെയ്തേക്കുന്നത്. സ്ട്രിപ്പ് ലൈറ്റ് ആണ് ഡെക്കറേഷനായിട്ട് കൊടുത്തിട്ടുള്ളത്. ബാത്ത് അറ്റാച്ച് ആയിട്ടുള്ള ബെഡ്റൂം തന്നെയാണ് നമുക്കിവിടെ വരുന്നത്. ഹീറ്റർ പ്രൊവിഷൻസ് ഉൾപ്പെടെ നമുക്ക് കംപ്ലീറ്റ് ആയി തീർത്തിട്ടുള്ള ഒരു ബാത്റൂം നമുക്കിവിടെ ചെയ്ത് കംപ്ലീറ്റ് ആയി തീർത്തിട്ടുണ്ട്. നല്ല ക്വാളിറ്റിയുള്ള ഫിറ്റിങ്സും കാര്യങ്ങളും തന്നെയാണ് യൂസ് ചെയ്തിരിക്കുന്നത്. ടൈൽസ് എല്ലാം നമുക്ക് താഴെ നമുക്ക് ചെയ്തേക്കുന്നത് മാറ്റ് ഫിനിഷ് കംപ്ലീറ്റ് ആയി തീർത്തിട്ടുള്ള ടൈൽസും കാര്യങ്ങൾ തന്നെയാണ് ചെയ്തേക്കുന്നത്. അടുത്ത് നമുക്കിനി നേരെ വീടിൻ്റെ രണ്ടാമത്തെ ബെഡ്റൂമിലോട്ട് പോവാം. ഈ കാണുന്നതാണ് വീടിൻ്റെ രണ്ടാമത്തെ ബെഡ്റൂം. 10x12 ഡയമെൻഷൻ വരുന്ന നല്ല വിശാലമേറിയ മനോഹരമായ ഒരു ബെഡ്റൂം തന്നെയാണ് ഇവിടെയും വന്നേക്കുന്നത്. ക്വാളിറ്റി ടൈൽസും തന്നെയാണ് നമുക്ക് ഫ്ലോറിങ്ങിനായിട്ട് യൂസ് ചെയ്തിരിക്കുന്നത്. ഫോൾ സീലിംഗ് വർക്കെല്ലാം ചെയ്തിട്ടുണ്ട്. ഫോൾ സീലിംഗ് എല്ലാം നമുക്ക് ഈ ഒരു പാറ്റേണിലാണ് വന്നേക്കുന്നത്. സ്ട്രിപ്പ് ലൈറ്റ് ആണ് ഡെക്കറേഷനായിട്ട്
കൊടുത്തേക്കുന്നത്. നമുക്കിവിടെ ഈ ഒരു റൂമിൽ ഓൾറെഡി നമുക്ക് ഒരു വാൾ റൂപ്സ് ഒക്കെ നമുക്കിവിടെ പണി ചെയ്ത് തീർത്തിട്ടുണ്ട്. വിത്ത് ഡ്രസ്സിംഗ് ടേബിൾ ഉൾപ്പെടെയാണ് നമുക്കിവിടെ ഒരു വാൾ റൂപ്സ് നമുക്ക് പണി ചെയ്ത് തീർത്തിട്ടുള്ളത്. ബാത്ത് അറ്റാച്ച്ഡ് ആയിട്ടുള്ള ഒരു ബെഡ്റൂം തന്നെയാണ് നമുക്കിവിടെ വരുന്നത്. അപ്പോൾ ഈ കാണുന്നതാണ് നമുക്ക് ഈ വീടിൻ്റെ ബാത്റൂം എന്ന് പറയുന്നത്. അറ്റാച്ച്ഡ് ബാത്റൂം എന്ന് പറയുമ്പോഴത്തേക്കും ഫ്ലോറിംഗ് എല്ലാം തന്നെ നമുക്ക് മാറ്റ് ഫിനിഷ് ടൈൽസും കാര്യങ്ങളും തന്നെയാണ് ചെയ്തേക്കുന്നത്. നല്ല ക്വാളിറ്റി ഫിറ്റിങ്സ് യൂസ് ചെയ്ത് നമ്മൾ കംപ്ലീറ്റ് ആയി തീർത്തിട്ടുള്ള ബാത്ത് അറ്റാച്ച്ഡ് ആയിട്ടുള്ള ബെഡ്റൂമാണ്. വാട്ടർ ഹീറ്റർ പ്രൊവിഷൻസ് ഉൾപ്പെടെ നമുക്ക് വരുന്ന ഒരു സംവിധാനം എല്ലാം നമുക്ക് ഈ ഒരു ബാത്റൂമിൽ ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് വീടിൻ്റെ ലാസ്റ്റത്തെ ബെഡ്റൂമാണ്, മൂന്നാമത്തെ ബെഡ്റൂമാണ് ഈ കാണുന്നത്. അത്യാവശ്യം നല്ല വിശാലമേറിയ മാസ്റ്റർ ബെഡ്റൂമായിട്ട് എടുക്കാൻ പറ്റുന്ന ഒരു രീതിയിലുള്ള ഒരു ബെഡ്റൂമാണ് നമുക്കിവിടെ വന്നേക്കുന്നത്. 13x13 ഡയമെൻഷൻ വരുന്ന നല്ല വിശാലമേറിയ റൂം സൈസാണ് നമുക്കിവിടെ ചെയ്തേക്കുന്നതും. ഫ്ലോറിംഗ് എല്ലാം തന്നെ നല്ല ക്വാളിറ്റി ആയിട്ടുള്ള ടൈൽസും കാര്യങ്ങളാണ് വന്നിരിക്കുന്നത്. ഈ ഒരു ചുമര് മുഴുവൻ നമുക്ക് പ്രീമിയം രീതിയിലുള്ള പെയിൻറ്റും കാര്യങ്ങളും ടെക്സ്ചർ വർക്കും കാര്യങ്ങളെല്ലാം ചെയ്ത് കംപ്ലീറ്റ് ആയി തീർത്തിട്ടുള്ള ഒരു വർക്ക് ഇവിടെ വന്നിട്ടുണ്ട്. ഓൾറെഡി നമുക്ക് കബോർഡും കാര്യങ്ങളൊക്കെ നമുക്കിവിടെ ഇൻബിൽഡ് ആയിട്ട് ചെയ്തിട്ടുണ്ട്. വിത്ത് ഡ്രസ്സിംഗ് ടേബിളാണ് വന്നേക്കുന്നത്. ഫോൾ സീലിംഗ് വർക്ക്, ഈ ഒരു മോഡലിലെ ഫോൾ സീലിംഗ് വർക്കാണ് നമുക്ക് ഈ റൂമിന് വന്നേക്കുന്നത്. ഫോൾ സീലിംഗ് വർക്കിൽ നമുക്ക് ചെയ്തിരിക്കുന്ന ഇതെല്ലാം നമുക്ക് സ്ട്രിപ്പ് ലൈറ്റാണ് ഡെക്കറേഷനായിട്ട് കൊടുത്തേക്കുന്നത്. ബാത്ത് അറ്റാച്ച്ഡ് ആയിട്ടുള്ള ബെഡ്റൂം തന്നെയാണ് നമുക്കിവിടെ വന്നേക്കുന്നത്. നല്ല ക്വാളിറ്റി ഫിറ്റിങ്സ് ആണ് ബാത്റൂം ഫിറ്റിങ്സ് ആയിട്ട് ചെയ്തേക്കുന്നത്. മാറ്റ് ഫിനിഷ് എന്ന ടൈൽസും കാര്യങ്ങളും തന്നെയാണ് നമുക്ക് ഫ്ലോറിനായിട്ട് യൂസ് ചെയ്തിരിക്കുന്നത്. തിരുവനന്തപുരം ജില്ലയിൽ പ്രാവശ്യമ്പലത്തിനടുത്ത് മച്ചേൽ എന്നുള്ള സ്ഥലത്ത് നമുക്ക് വരുന്ന ഈ ഒരു 4.5 സെൻറ്റിൽ 1000 സ്ക്വയർ ഫീറ്റിൽ പണി ചെയ്ത് തീർത്തിട്ടുള്ള നല്ല മനോഹരമായ ഒറ്റനില വീട്, നമുക്ക് ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒറ്റനില വീടിൻ്റെ ഫുൾ ഡീറ്റെയിൽസ് ആണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരുന്നത്. അപ്പോൾ ഈ കാണുന്ന വീടിൻ്റെ ആസ്കിംഗ് പ്രൈസ് എന്ന് പറയുമ്പോഴത്തേക്കും വെറും 47 ലക്ഷമാണ്, 47 lakhs ആണ്. നമുക്ക് തികച്ചും നെഗോഷ്യബിൾ ആണ്. അപ്പോൾ നമുക്ക് ഈ വരുന്ന വീടിൻ്റെ ഫുൾ ഡീറ്റെയിൽസ് അറിയാനായിട്ട്, അപ്പോൾ ലൊക്കേഷൻ ഡീറ്റെയിൽസ് അറിയാനായിട്ട് ഈ കാണുന്ന നമ്പറിലോ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്ത നമ്പറിൽ നിങ്ങൾ കോൺടാക്ട് ചെയ്താൽ മതി. നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. കൂടെ തന്നെ ബെല്ലൈക്കണും കൂടെ എനേബിൾ ചെയ്യുക. വീട് പർച്ചേസ് ചെയ്യാൻ ആഗ്രഹമുള്ളവർക്ക് ഹോം ലോൺ ഫെസിലിറ്റി എന്തെങ്കിലും ആവശ്യമാണെങ്കിൽ കസ്റ്റമേഴ്സ് ഞങ്ങൾ തന്നെ ലോൺസും കാര്യങ്ങളൊക്കെ അറേഞ്ച് ചെയ്ത് കൊടുക്കുന്നതാണ്.